ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ തിരുവനന്തപുരം പ്രസംഗം ഏറെ ശ്രദ്ധേയമായിരുന്നു. കേരളീയരുടെ മുന്നിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി 5 വാഗ്ദാനങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ ആ വാഗ്ദാനങ്ങളെ ഏവരും സ്വാഗതം ചെയ്തിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം നടത്തിയ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്ന് ക്ഷേമ പെൻഷനുകൾ നിലവിലുള്ള 2000 രൂപയിൽ നിന്ന് 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു. നമുക്കറിയാവുന്ന പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ പ്രകടന പത്രികയിൽ 2500 രൂപ വീതം ക്ഷേമ പെൻഷനുകൾ നൽകും എന്നുള്ള വാഗ്ദാനത്തിലേക്ക് എത്താൻ മടിച്ചു നിൽക്കുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പ്രതിമാസം ഏകദേശം 65 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് 3000 രൂപ വീതം നൽകുമെന്നുള്ള വാഗ്ദാനം തീർച്ചയായും കേരളീയരെ സന്തോഷിപ്പിക്കുന്നതാണ്. സ്ത്രീകളുടെ യാത്രയുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് കോൺഗ്രസ് കർണാടകത്തിലും തെലങ്കാനയിലും നൽകിയ വാഗ്ദാനങ്ങൾ അവിടെ നടപ്പാക്കിയ രീതിയിൽ KSRTC-യിലൂടെയുള്ള സ്ത്രീകളുടെ യാത്രകൾ സൗജന്യമാക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഏകദേശം 10-12 ലക്ഷം സ്ത്രീകൾക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കാതെ KSRTC-യെ യാത്രയ്ക്കായി ഉപയോഗിക്കാൻ കഴിയും എന്നതും സ്വാഗതാർഹമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാഗ്ദാനം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടായിരുന്നു. ആരോഗ്യ മേഖലയിൽ നമുക്കറിയാവുന്നതുപോലെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പണം സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവാക്കി ചികിത്സിക്കാൻ നിർബന്ധിതരാണ് മലയാളികൾ. സർക്കാർ ആരോഗ്യ മേഖല എത്ര ഉണർന്നു പ്രവർത്തിച്ചാൽ പോലും മലയാളികളുടെ ആരോഗ്യ മേഖലയിലെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയില്ല എന്നതുകൊണ്ട് തന്നെ കുടുംബങ്ങളുടെ ബജറ്റിനെ അട്ടിമറിക്കുന്ന ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ചെലവുകൾ ഇൻഷുറൻസുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം നടത്തിയ പ്രഖ്യാപനവും ഏറെ ആകർഷകമുള്ളതാണ്. ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ചികിത്സാ ആനുകൂല്യം ലഭിക്കുമാറ് അവരെയൊക്കെ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർക്കും എന്ന് പറയുന്നു. മറ്റൊന്ന്, ചെറുപ്പക്കാർക്ക് പലിശരഹിതമായി 5 ലക്ഷം രൂപ വീതം അനുവദിക്കും എന്ന് പ്രഖ്യാപിക്കുന്നു. മറ്റൊന്ന്, നമുക്കറിയാവുന്ന പോലെ ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വൃദ്ധ സമൂഹമുള്ള കേരളത്തിൽ ആ വൃദ്ധരുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പരിഹരിക്കാൻ ഒരു പ്രത്യേക വകുപ്പുണ്ടാക്കുമെന്ന് പറയുന്നു. ഈ വാഗ്ദാനങ്ങളൊക്കെ തന്നെ മലയാളികൾ കയ്യടിയോടെയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വാഗ്ദാനങ്ങൾ നൽകി അതിൽ നിന്ന് ഏതെങ്കിലും ഒരു സർക്കാർ ഒളിച്ചോടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ തെരഞ്ഞെടുപ്പിൽ ശിക്ഷിക്കാൻ മടിക്കാത്തവരാണ് മലയാളികൾ എന്ന് നമ്മുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ 2011-2016 സർക്കാരിന് സംഭവിച്ച ഏറ്റവും വലിയ പോരായ്മ ക്ഷേമ പെൻഷനുകൾ എല്ലാ മാസവും കൃത്യമായി നൽകാൻ കഴിയാത്തതായിരുന്നു എന്ന് പിന്നീട് ഇടതുപക്ഷ മുന്നണിയുടെ വിജയത്തിലൂടെ അവർ തെളിയിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി കേരളീയരുടെ മുന്നിൽ വെച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഈ പ്രഖ്യാപനങ്ങൾ തീർച്ചയായും മലയാളികൾ വളരെ കയ്യോടെയോടെയാണ് സ്വീകരിക്കുന്നതെങ്കിലും ഇത് എങ്ങനെ നടപ്പാക്കാൻ കഴിയും എന്നുള്ളതാണ് വളരെ ഗൗരവതരമായ പ്രശ്നം. KSRTC-യുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു ദിവസം ഏകദേശം 25 ലക്ഷത്തിലധികം യാത്രികരുണ്ട് എന്നിരിക്കെ അതിൽ 50% സ്ത്രീകളാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ KSRTC-യുടെ ഒരു ദിവസത്തെ നിലവിലെ വരുമാനം ഏകദേശം 10 കോടി രൂപയാണ്. അതുകൊണ്ട് തന്നെ അതിൽ 50% ആളുകൾക്ക് ടിക്കറ്റ് രഹിത യാത്ര അനുവദിക്കുമ്പോൾ KSRTC-ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ നിലവിൽ ഒരു വർഷം ഏതാണ്ട് 1300 കോടി രൂപയാണ് നൽകുന്നതെങ്കിൽ അതിനോടൊപ്പം പുതിയ പ്രഖ്യാപനത്തിലൂടെ 1800 കോടി രൂപ അധികമായി നൽകാൻ നിർബന്ധിതമാകും. നോക്കൂ, പെൻഷനുമായി ബന്ധപ്പെട്ട് ക്ഷേമ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലവിൽ സംസ്ഥാന സർക്കാർ 2000 രൂപ വീതം ഏതാണ്ട് 62 ലക്ഷത്തോളം ആളുകൾക്ക് നൽകുമ്പോൾ അത് സംസ്ഥാനത്തിന് ഒരു വർഷം 13000 കോടി രൂപയുടെ ചിലവുണ്ടാക്കുന്നുണ്ട്. അവിടെ നിലവിലുള്ള പെൻഷൻ 1000 രൂപ കണ്ട് വർദ്ധിപ്പിച്ചാൽ അത് സംസ്ഥാന സർക്കാരിന് പുതുതായി ഏതാണ്ട് 4350 കോടി രൂപയുടെ പുതിയ ബാധ്യതകൾ ഉണ്ടാക്കും. 25 ലക്ഷം രൂപ വീതം
ഏതാണ്ട് 70 ലക്ഷത്തോളം വരുന്ന മലയാളി കുടുംബങ്ങളെ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക്, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് എത്തിക്കുമ്പോൾ പൊതുവെയുള്ള ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ 25 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കുവാൻ 15,000 രൂപ മുതൽ 50,000 രൂപ വീത വർഷത്തിൽ ചെലവ് വരും. അതിൻ്റെ ഒരു ആവറേജ് കണക്കെടുത്താൽ ഒരു കുടുംബത്തിന് ഏറ്റവും കുറഞ്ഞത് 25,000 രൂപ വീതം ആരോഗ്യ ഇൻഷുറൻസിന് വേണ്ടി സർക്കാരിന് മാറ്റിവെക്കേണ്ടി വന്നാൽ അതുവഴി സംസ്ഥാന സർക്കാരിന് ഒരു വർഷം 15,000 കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാകും. ഇനിയും 5 ലക്ഷം രൂപ വീതം 10 ലക്ഷം ചെറുപ്പക്കാർക്ക് പലിശരഹിത വായ്പ നൽകാനാണ് സർക്കാർ തീരുമാനിക്കുന്നതെങ്കിൽ അങ്ങനെ ഏകദേശം 50,000 കോടി രൂപയെങ്കിലും സംസ്ഥാന സർക്കാരിന് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്ത് അതിൻ്റെ പലിശ സംസ്ഥാന സർക്കാർ ഈ ചെറുപ്പക്കാർക്ക് കൊടുക്കേണ്ടി വരും. ആ കണക്ക് കൂടി എടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 3,000 കോടി രൂപയുടെ മറ്റൊരു ബാധ്യത വരും. ചുരുക്കത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനത്തെ നമ്മൾ സ്വാഗതം ചെയ്യുമ്പോൾ ഈ പ്രഖ്യാപനത്തിലൂടെ സംസ്ഥാനത്തിന് ഒരു വർഷം 25,000 കോടി രൂപയുടെ അധിക ബാധ്യത കൂടി ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും ശ്രീ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ഉത്തരവാദിത്തത്തോടെയുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത്. ഈ പ്രഖ്യാപനം നടപ്പിലാക്കാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് അവസരമുണ്ടായാൽ, അതവർ നടപ്പിലാക്കാൻ മടിച്ചു നിന്നാൽ ഒരേ സമയം ഈ പ്രഖ്യാപനം അവരെ വിജയത്തിലേക്ക് നയിക്കുമെങ്കിലും അത് പിന്നീട് അവർക്കൊരു വലിയ തിരിച്ചടിയായി മാറും എന്ന് കേരളത്തിലെ മലയാളികളുടെ ജനാധിപത്യ ബോധം അവരെ ഒരേ സമയം ഓർമ്മിപ്പിക്കും.